വയനാട്ടിലെ ബാണാസുര സാഗറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ അണക്കെട്ട് നമുക്കൊന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ പോയതാണ്. കണ്ടില്ലേ, നല്ലൊരു വലിയൊരു കുന്നിൻ്റെ ചരിവിലൂടെ നമ്മൾ ആ റോഡ് വഴി ഇങ്ങനെ കയറി കയറി പോകണം. അപ്പോൾ ആദ്യം നേരുന്ന റോഡാണ്, പിന്നീടാണ് ആ ചെരിഞ്ഞ സ്ഥലത്തേക്ക് കയറി പോകുന്നത്. ഇപ്പോൾ സ്റ്റെപ്പുണ്ട്, റോഡുണ്ട്. അപ്പോൾ ഈ റോഡുമിലൂടെ നടന്നു പോകാം. പിന്നെ ഇപ്പുറം സ്റ്റെപ്പുമുണ്ട്. അപ്പോൾ അതിന് പുറമേ ആയിട്ട് അതിലേക്ക് വണ്ടി സൗകര്യമുണ്ട്. അപ്പോൾ ആ വാഹനത്തിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി പോകാവുന്നതേ ഉള്ളൂ. ഇതാ മേലെ ഈ ടോപ്പിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ചെരിവുള്ള ഒരു സ്ഥലം. അപ്പം അത്രയും മേലെയാണ് ഇത് അണക്കെട്ട് ഉള്ളത്. നമ്മൾ പോയി നിൽക്കേണ്ടത്. അപ്പോൾ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ പാമ്പുകളുണ്ട് എന്ന ബോർഡാണ് അവിടെ കാണുന്നത്. നല്ല തെളിഞ്ഞ വെള്ളം. അവിടെ നല്ല മലകൾ തന്നെയാണ്, കണ്ടില്ലേ, നല്ല ഉയർന്ന മല. അപ്പോൾ ഈ വെള്ളത്തിനടിയിൽ പണ്ട് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അവിടെ പോകണം, കാണണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അവിടെ പല വീഡിയോസും കാണാറുണ്ട്. അവിടുത്തെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നല്ല പോലെ വിശദീകരിക്കുന്ന. അപ്പോൾ അതൊക്കെ കാണുന്നത് കൊണ്ട് അവിടെ പോകണം, കാണണം എന്നുള്ള നല്ലൊരാഗ്രഹം. എന്താ, നമ്മൾ ആദ്യം നടന്നു വന്ന ആ ചരിവാണ് അപ്പോൾ അവിടെ കണ്ടത്. ഇപ്പോൾ 5 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പോഴേക്കും നല്ല പോലെ മഞ്ഞ് വീണ് കഴിഞ്ഞു. അപ്പോൾ ആ മലകളൊക്കെ കണ്ടില്ലേ, മഞ്ഞ് പൊതിച്ച് കിടക്കുന്നു. ശുദ്ധമായ തെളിഞ്ഞ വെള്ളം, നല്ലൊരു ശാന്തമായ പ്രകൃതം. ഇവിടെ ബോട്ടൊക്കെ ഉണ്ട്, ബോട്ട് സവാരിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ സന്ദർശകരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ.